എനിക്ക് കാറിനേക്കാൾ ഇഷ്ടം ജീപ്പാണ്. സൗദാമിനിക്കോ? ആ ശുഭയർ, വരണം വരണം. ശുഭയർ, ഈ ജീപ്പ് ഒന്ന് കണ്ടീഷനാക്കി എടുക്കണം. വർക്ക്ഷോപ്പ് കൊടുക്കാം. എന്താ ശുഭയർ ഒന്നും മിണ്ടാത്തത്? ശുഭയർ. മുതലാളി, കൊച്ചു മുതലാളി, ഗുഡ് മോർണിംഗ്, നമസ്കാരം. പറഞ്ഞത് കേട്ടില്ലെന്നുണ്ടോ? കേട്ടു, നല്ലപോലെ കേട്ടു. പറഞ്ഞ പോലെ എല്ലാം ചെയ്തോളാം. ഇന്ന് തന്നെ റിപ്പയർ ചെയ്യിക്കാം. ഒരു കാറ് വന്നു എന്ന് അറിഞ്ഞാൽ ഏത് വർക്ക്ഷോപ്പുകാരനും ഈ പഠിക്ക് വരും, ഈ വർക്കി പറന്നു വരും. ഒരു മുതലാളി, നമുക്കൊരു ബെൻസ് തന്നെ മേടിക്കാം. ബെൻസിന് ഇപ്പൊ എന്ത് വില? ബെൻസിന് ഇപ്പൊ എന്ത് വില? അല്ല, നമുക്ക് കുഞ്ഞാപ്പനോട് ചോദിക്കാം. അല്ല രണ്ടാമൊന്ന് ചിന്തിക്കണ്ട, ഉറപ്പിച്ചോ. 8 ഉറുപ്പിക്ക് മോറീസ് പോട്ട് അതിന്റെ ടയർ പോലും കിട്ടില്ല. മുജമ്മ സുഹൃത്തെന്ന് കരുതിയാ മതി. നാളെയോ മറ്റന്നാളോ അമ്മിണിക്കുട്ടിക്ക് ഒരു ആലോചന വരുമ്പോ ഇവൻ മുറ്റത്തങ്ങനെ കിടക്കണം. അതൊരു അന്തസ്സല്ലേ? എന്റെ കമ്മീഷനാ പിന്നെ വന്ന് മേടിച്ചോളാം. സംഗതി ഏറ്റെന്ന് പറ. ഏറ്റു. ഏഴ് ഞാൻ സംഗതി ഉറപ്പിച്ചിട്ടുണ്ട്. ആ പിന്നെ ലോറി കയറി കൊട്ടയിൽ വാരി കൊടുന്ന വണ്ടിയാന്ന് മൂപ്പർക്ക് മനസ്സിലായിട്ടുണ്ട്. ആ അഡ്വാൻസ് പിടിച്ചോ. നർസ് ബുക്ക് ഇതാ. എന്റെ കമ്മീഷൻ അവിടെ വന്ന് മേടിച്ചോളാം. വേഗം സ്ഥലം വിട്ടോ, ശരിയാൻ സ്ഥലം വിട്ടോ. സംഗതി എല്ലാം ഭംഗിയായിട്ടുണ്ട്. ആർസ് ബുക്ക് പിടിച്ചോളൂ. 2 കൈ കൊണ്ടും തരൂ. ഇതാ. ഭഗവാനെ, രക്ഷയില്ല. രുതിരം സർവഭൂഷണം, ശിവം ഭസ്മതുല്യം, ഏവം ക്ഷണഭങ്കുരം, ഗോവേ നഹി നഹി നഹി. അല്ല, ഇതൊന്ന് മലയാളത്തിൽ പറഞ്ഞോളൂ. അത് ഞാനല്ലോ മൂപ്പരല്ലേ പറയണ്ടത്. നിങ്ങൾക്ക് ഈ ഭാഷ മനസ്സിലാവില്ലെന്ന് എനിക്കറിയാം. രുതിരം സർവഭൂഷണം എന്ന് വെച്ചാ എന്താ? അതെന്താ നിങ്ങൾക്ക് അറിഞ്ഞൂടാ? സർവഭൂഷണം രുതിരം, അത്ര തന്നെ. അല്ല, രുതിരം സർവഭൂഷണം എന്ന് വെച്ചാ മേലാകെ രക്തം കൊണ്ട് നനഞ്ഞ് ശിവം ഭസ്മതുല്യം, പരമശിവന്റെ നെറ്റിയിലെ ഭസ്മത്തിന് തുല്യമായിക്കൊണ്ട്, ഏവം ക്ഷണഭങ്കുരം, എത്ര പെട്ടെന്ന് ഇല്ലാതായോ, ഗോവേ നഹി നഹി നഹി. പശു ഈ ലോകത്ത് എവിടെയും നഹി നഹി നഹി. ദാ പല്ലിയലിച്ചു കേട്ടോ, സത്യം. എന്ന് വെച്ചാ തന്റെ പശുവിനെ ഏതോ മുട്ടാളനായ കശാപ്പുകാരൻ പിടിച്ചു കെട്ടി കൊന്ന് ഇറച്ചി വിറ്റ് എല്ല് കരിച്ച് ഭസ്മമാക്കിന്ന് സാരം. എന്നാലും രാശി ഉഗ്രനാ. തന്റെ കഷ്ടകാലമെല്ലാം തീരാൻ പോവാ. ഈ മേടം 15 മുമ്പ് തന്റെ പശു കച്ചവടം അഭിവൃദ്ധിപ്പെടും. താൻ വലിയൊരു ഗോശാലയുടെ മേലാധികാരിയാവും. 100 കണക്കിന് പശു, 1000 ലിറ്റർ പാല്, ലോറിക്കണക്കിന് ചാണകം. പിന്നെ താൻ ആരാ? അതോടെ തന്റെ കല്യാണം നടക്കും. പിന്നെ വെച്ചടി കയറ്റമല്ലേ. ഒന്ന് പോ പണിക്കരെ, നിങ്ങളടുത്ത കവടി തെറ്റിപ്പോയി. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 7 കൊല്ലം കഴിഞ്ഞു. അത് ഞാൻ അവിടെ ചൂടായിട്ടൊരു ബിരിയാണി വേണ്ട, വെള്ളം മതി. ഇവിടെ വെള്ളം കൊടുക്ക. ആ മേശം തുറക്കണോ? മേശ കൊടുക്കണോ? രണ്ടാമത്തെ മേശപ്പുറത്ത് 2 ചായയാണ് കേട്ടോ. ഇരിക്കണം സാറേ. നീയായിരുന്നോ? ജോലി തിരക്കായ എനിക്ക് പിന്നെ കണ്ണ് കാണില്ല. കുമാരൻ എന്നെയും കൊണ്ട് എവിടേക്കാ പോയത്? ചെറിയേട്ടൻ വലിയ ആളായല്ലോ വലിയേട്ടാ. പാർട്ട്നേഴ്സ് ഒക്കെ മിട്ടുമിട്ടുക്കന്മാർ, ജുബേ സ്വർണ്ണ വളയൊക്കെ ഇട്ട്. ആ കാഴ്ചക്ക് കൊള്ളാം. ഞാനും അവരുടെ കൂടെ കൂടാമെന്ന് തീരുമാനിച്ചു. എന്ന് വെച്ചാൽ അബ്കാരി ബിസിനസ്സിൽ പാർട്ട്ണറാകാൻ തീരുമാനിച്ചോ? ആ, ചെറിയേട്ടനെല്ലാം നോക്കുമല്ലോ. എനിക്ക് റിസ്ക് ഇല്ല, പണം മാത്രം കൊടുത്താൽ മതി. സുഖം. നീ വന്നേ പറയട്ടെ. ഞാൻ നിന്റെ വലിയേട്ടനാണെന്നുള്ള വല്ല ബോധം നിനക്കുണ്ടോ? എന്താ വലിയേട്ടാ? ഒരു ബിസിനസ് തുടങ്ങാൻ പോകുമ്പോ മൂത്ത ആളോടല്ലേ ആദ്യം അന്വേഷിക്കേണ്ടത്? അല്ല കുമാരേട്ടൻ. എന്ത് കുമാരേട്ടൻ? നിനക്ക് ദുബായി പോകാൻ വേണ്ടി ആ മൊയ്ത് ഹാജിയുടെ കയ്യും കാലും പിടിച്ച് 500 രൂപ ഞാൻ വാങ്ങി തന്നപ്പോ എവിടെയായിരുന്നു കുമാരേട്ടൻ? ദുബായി പോയത് ആ 500 രൂപ കൊണ്ടല്ല വലിയേട്ടാ. 500 കൊണ്ട് ബോംബെ വരെയാ പോയത്. ആ പോട്ടെ, കണക്കൊന്നും ഞാൻ പറയുന്നില്ല. നീ എന്താ കുമാരന്റെ കൂടെ കൂടാൻ തീരുമാനിച്ചത്? കള്ള് കച്ചവടം. കൊള്ളാം. എടാ, നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സിന് ചേർന്നതാണോ ആ കള്ള് കച്ചവടം? എന്റെ വലിയേട്ടാ, ഇന്ന് മന്ത്രിസഭയെ പോലും താങ്ങി നിർത്തുന്നത് ഈ അബ്കാരികളാണ്. മണ്ണാങ്കട്ട.
കാര്യം അവൻ എന്റെ അനിയൻ തന്നെ. പക്ഷേ അവനെ പറ്റി നിനക്കൊന്നും അറിയില്ല. തമിഴ്നാട്ടിൽ നിന്ന് സ്പിരിറ്റ് കിടത്തി പോലീസ് പിടിച്ചു. കേസിൽ നിന്ന് ഊരാൻ വേണ്ടി അവനെ എത്ര ചെലവാക്കിയെന്നറിയോ? നിനക്ക് അറിഞ്ഞൂടാ, ഈ കുമാരൻ ഒരു കള്ളക്കടത്തുകാരനാ. അയ്യോ, അവന്റെ കൂടെ കൂടിയ നീയും നാളെ ഇരുമ്പഴിയുന്നു. ഞാനതിനൊന്നുമില്ല. ആ ജുബിട്ട് കിടക്കുന്ന കോമാളികൾ പണി എന്താ നിനക്കറിയോ? ഇല്ല. ഞാനായിട്ടൊന്നും പറയുന്നില്ല. അയ്യേ, എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഇപ്പറഞ്ഞില്ലേ, നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിന്റെ തൊട്ടടുത്തൊരു സ്ഥലമുണ്ട്. അവിടെ അന്തസ്സായിട്ട് ഒരു AC റെസ്റ്റോറന്റ് തുടങ്ങാം. നീ ഒന്നും അറിയണ്ട, എല്ലാം ഞാൻ നോക്കിക്കോളാം. ലാഭം മാത്രം മാസാമാസം വന്ന് വാങ്ങിച്ചോണ്ട് പോയാൽ മതി. അതിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. എന്റെ കയ്യില് ഉള്ളത് നീ തന്നാ മതി. എടാ, ഒരു AC റെസ്റ്റോറന്റിന്റെ മുതലാളി എന്ന് വെച്ചാ നാട്ടില് നല്ല അന്തസ്സാ. വലിയേട്ടനുള്ളപ്പോ എനിക്ക് എന്താ പേടിക്കാൻ? ഓക്കെ, AC റെസ്റ്റോറന്റ്. ആ, നിനക്കെന്താ കഴിക്കാൻ വേണ്ട? അല്ലെങ്കിൽ വേണ്ട, വീട്ടിൽ ചെന്ന് രുക്കുവിനോട് പറഞ്ഞ് നിനക്ക് ആവശ്യമുള്ള വാങ്ങിച്ചു കഴിക്കേ. ആ പിന്നെ ചെറിയ അടുത്തായിട്ട് വലിയ അടുപ്പൊന്നും വേണ്ട. എന്തേ? അവളും കുമാരനെ പോലെ തന്നെ പോക്ക. മാലിനെ തെറ്റു പറയാൻ എനിക്ക് തോന്നുന്നില്ല. സ്നേഹിച്ച പെണ്ണിന്റെ വേദന അത്. നിങ്ങൾക്ക് ആർക്കും അത് മനസ്സിലാവില്ല. കുടുംബത്തിലെ മറ്റുള്ളവരുടെ സ്ഥിതിയും പെണ്ണുങ്ങൾ അറിയണ്ടേ? ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വേഗത അങ്ങോട്ട് നടത്തി കൊടുക്കുക. ഓ, ഈ അച്ചുവേട്ടനെ ചില നേരത്തെ വർത്താനം കേൾക്കുമ്പോ ഒരു വിവരമില്ലാത്ത മാതിരിയാ. എന്റെ അച്ചുവേട്ട ഒരു 10 പവനെങ്കിലും കൊടുക്കണ്ടേ? ഇപ്പൊ ഞാൻ എവിടെ നിന്ന് എടുത്തു കൊടുക്കും? ആ, അത് ശരിയാ. പിന്നെ കല്യാണ ചെലവ്, ഡ്രസ്, ഒരു 50 ഉറുപ്പെങ്കിലും റെഡിയാ. 50 ഒതുങ്ങിയ ഭാഗ്യം. വിചാരിച്ച 50,000 ഒന്നും അപ്പോട്ടിന് ഇപ്പൊ ഒരു പ്രശ്നമല്ല. അതെ, ഇപ്പൊ നോട്ടടിക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. അതല്ല, വലിയ കോടീശ്വരന്മാരുടെ കൂട്ടല്ലേ ഇപ്പോ. അവരൊന്ന് കണ്ണു തുറന്ന 50,000 അല്ല, 50 ലക്ഷം റെഡി. ഒട്ടും സമയമുണ്ടായിട്ടല്ല. പക്ഷേ സുലോചന തങ്കപ്പം പറഞ്ഞാൽ തട്ടിക്കളയാൻ പറ്റില്ലല്ലോ. ഞാൻ KG പൊതുവാണ്. ഡാൻസ് മാസ്റ്റർ. അതെ. ഒരു മാസം മുമ്പാ സുനിച്ചേച്ചി താങ്കളെ പറ്റി പറഞ്ഞത്. യൂണിവേഴ്സിറ്റി കലോത്സവത്തിന്റെ തിരക്കിലായിരുന്നു ഞാൻ. ഞാൻ സാധാരണ വീടുകളിൽ ചെന്ന് ക്ലാസ് എടുക്കാറില്ല. പക്ഷേ സുലോചന തങ്കപ്പം പറയുമ്പോ എന്റെ മോക്ക് 1ാം സമ്മാനം കിട്ടണം. ഡാൻസിന്റെ എല്ലാ മത്സരങ്ങളിലും 1ാം സമ്മാനം തന്നെ മോക്ക് കിട്ടണം. അത് നമ്മളിപ്പോ ക്ലാസ് തുടങ്ങാൻ പോകുന്നതല്ലേ ഉള്ളൂ. അതെ, സാറ് വിചാരിച്ചാൽ നടക്കും. നമുക്ക് നോക്കാം. നോക്കിയാ പോരാ, ഉറപ്പ് തരണം. ഞാൻ സാധാരണ ആർക്കും അങ്ങനെ ഉറപ്പ് കൊടുക്കാറില്ല. സുലോചന തങ്കപ്പം പറഞ്ഞുകൊണ്ട് മാത്രമല്ല, എന്തോ ഉറപ്പ് തരാൻ തോന്നിപ്പോന്നു. അത് മതി. എന്താ പേര്? മൈ നെയിം ഈസ് കാഞ്ചന. കാഞ്ചന. ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ. കവിക്ക് തെറ്റി. ഈ ബന്ധനം മധുരമുള്ള ബന്ധനം. ഭർത്താവ് ഇവിടെ ഇല്ലല്ലോ? ഇല്ല. മോളെ ദിവ്യേ, ഒന്നിങ്ങി വന്നേ. വരുന്നു മമ്മി. എത്ര കുട്ടികളുണ്ട്? ഇവിടെ ഉള്ളൂ. ഇനി കുട്ടികൾ വേണ്ടേ? എന്താ പിന്നെ കുട്ടികളാവാഞ്ഞേ? മോള് വാ. മോള് ഡാൻസ് പഠിപ്പിക്കാൻ എന്നെ മാഷ. എന്താ മോളുടെ പേര്? എന്തിനാ മമ്മി പെൺകുട്ടികളെ പോലെ മുടി നീട്ടിയിരിക്കുന്നത്? അത് മോളെ, സാധാരണ ഡാൻസ് മാസ്റ്റർമാർ മുടി നീട്ടിയിരിക്കും. ഇപ്പോഴത്തെ മാഷന്മാര് മുടി നീട്ടാറില്ല. അവർക്ക് ഡാൻസ് പറഞ്ഞുകൂടാന്ന് വെച്ചോളൂ. അപ്പൊ നമുക്ക് തുടങ്ങാം. മോള് വരൂ. എന്റെ മമ്മി വേണം. അനുസരണക്കേട് കാണിച്ച് അടിച്ച് പുറം പോയിക്കുന്നു. ഒരു ബാല്യക്കാരി കുട്ടിയാണ്. അതിന് വല്ല ചാന്തോ പൊട്ടോ 4 കുപ്പിവളയോ എന്തെങ്കിലും ഈ കല വരെ വാങ്ങി തന്നിട്ടുണ്ടോ? ഏഹേ, ഇങ്ങനെ ഇരുന്നോളൂ അനങ്ങാ പറയായിട്ട്. എന്റെ തലയിലെഴുതു. ആരോട് പറയാനാ? എന്താ നിനക്കുണ്ടോ മൂക്കുത്തി മോഹം? ആവാം. പൂച്ചയ്ക്കൊരു മൂക്കുത്തി. അങ്ങനെ ഒരു സിനിമാ കളി ഉണ്ട്. ഒരിക്കൽ അങ്ങാടിപ്പുറത്ത് പോയപ്പോ കണ്ടു ചുവരിലെല്ലാം ഒട്ടിച്ചു വെച്ചേക്കണത്. ഡീ കുറിഞ്ഞി, ഇങ്ങോട്ട് പോരെ. ഷെമ്മാങ്കൂടി സാധകം ചെയ്യണ നേരാ. ശല്യപ്പെടുത്തണ്ട. ഒന്നും വാങ്ങി തരണ്ട. 2 വാക്ക് പറഞ്ഞ് ആശ്വസിപ്പിച്ചൂടെ? അതും ഇല്ല. എന്റെ യോഗം അനാഥ കുട്ടിയായി പോയില്ലേ?
എനിക്ക് വേണ്ടാന്ന് ഞാൻ പറഞ്ഞല്ലോ തമ്പുരാൻ. പിന്നെ എന്തിനാ ഇതും പേറി വന്നത്? ഇന്നലെ ആളയച്ചപ്പോ നിങ്ങൾ കൊടുത്തയച്ചില്ല. അത് ഇന്നലെ തീർന്നു. എനിക്ക് ഓരോ ദിവസം ഓരോ കമ്പാണ്. ഇന്നലെ ഹാർമോണിയം കിട്ടണം തോന്നി, ഇന്നിപ്പോ ഈ ഡബിൾ ബാരൽ ഗണ്ണില. എന്താ എടുക്കാനുണ്ടാ ഒരെണ്ണം? എന്നോട് അലോഹ്യൊന്നും തോന്നരുത്. ഇത് അങ്ങോട്ട് എടുത്തിട്ട് എനിക്ക് ഇത്തിരി പണം തരിക. ഇന്നലെ പറഞ്ഞ എന്താ, ഇതൊരു അമൂല്യ നിധിയാണ്, ഞാൻ ആരെ കൊണ്ടും തുടിക്കില്ല എന്നൊക്കെ അല്ലേ? പറഞ്ഞു. പണത്തിനൊരു അത്യാവശ്യം. ഇതല്ലാതെ ഒന്നുമില്ല എന്റെ കയ്യിൽ വിൽക്കാൻ. എന്താ ഇതിൽ സൗണ്ട് ഒന്നും ഇല്ലേ? അത് ഇങ്ങനെ ആക്കണം. എന്നാ ആക്കൂ. എന്താ പ്രതീക്ഷിക്കണേ വില? അത് ഒരു 1000 റുപ്യ. 1000 റുപ്യ? എന്താ തമ്പുരാൻ, ഈ ജാമ്പവാന്റെ കാലത്തെ സാധനത്തിന് 1000 റുപ്യ? 1000 റുപ്യക്ക് 1 ലിറ്റർ സ്കോച്ച് കിട്ടും. അത് അത്രയും പണത്തിന്റെ ആവശ്യമുണ്ട്. എന്താ തമ്പുരാൻ, അതെന്ത് ന്യായമാണ്? നമുക്കൊരു 10,000 രൂപയുടെ ആവശ്യമുണ്ട്. വിൽക്കാനുള്ളത് ചക്കയാണ്. ചക്കയ്ക്ക് 10,000 രൂപ കേട്ടോ. എന്തിനല്ലേ ഒരു സാമാന്യ നിയമം? ഒരു 750 രൂപ. എന്താ? അത് തികയില്ല. കൊണ്ടുവയ്ക്കുള്ളൂ, എനിക്ക് വേണ്ട. ഒരു സഹായമായിട്ട് കരുതി. അവനവന് നഷ്ടം വരുന്ന സഹായങ്ങൾ ഞാൻ ആർക്കും ചെയ്യില്ല. സ്വർണം വല്ല ഉണ്ടെങ്കിൽ കൊണ്ടുവരൂ. വിലയായിട്ടോ പണയമായിട്ടോ പറഞ്ഞ പണം ഞാൻ തരാം. ഒരു നിർധനാണ് ഞാൻ. അപ്പൊ ഞാൻ എന്താ ചെയ്യാ? ശരി, 900 രൂപ അവസാനത്തെ വില. ഇനി പേശലില്ല. ഇഷ്ടം തരൂ. ബാക്കി തരാ എന്റെ ഇല്ല. ഞാൻ വാങ്ങിച്ചോളാം, മറക്കാതിരുന്നാ മതി. ഇല്ല, വലിയ ഉപകാരം. സന്തോഷത്തിന് ഓരോന്ന് പൊട്ടിക്കണ. എന്താണാവോ? മയക്കുവെടി ഒരു റൗണ്ടാവല്ലേ? അയ്യോ ഇല്ല, ഈ കാലം വരെ അങ്ങനെ ഒരു ശീലമില്ല. ക്ഷമിക്കണം. ഓക്കേ. പിന്നെ വെള്ളം അടി തുടങ്ങാൻ തീരുമാനിച്ചാൽ ഓപ്പണിംഗ് എന്റെ കൂടെ ആവാട്ടോ. അങ്ങനെ തുടങ്ങി പേരെടുത്ത് കുടിയന്മാരായവർ ഒരുപാട് പേരുണ്ട്. നല്ല രാശിയുള്ള കമ്പനിയാ എന്റെ. മോളെ, ഇങ്ങോട്ടൊന്ന് നോക്കൂ. അച്ഛന്റെ കുട്ടി ഇതൊന്ന് മൂക്കിലണിഞ്ഞിട്ട് വരൂ. ഒന്ന് കാണട്ടെ അച്ഛൻ. മുഖം തിരിച്ച് ഇതിലേക്ക് നോക്കുക. ഇഷ്ടായില്ല അച്ഛൻ മാറ്റി വാങ്ങാം. എനിക്ക് കാണണ്ട. കുട്ടി ഒന്ന് നോക്കുക. വേണ്ട. പിന്നെ ആർക്ക് വേണ്ടിയാ മോളെ ഞാനിത് വാങ്ങിച്ചോണ്ട് വന്നു? ഒരു നുള്ളു പൊന്നിനെ എന്റെ കുട്ടി ആഗ്രഹിച്ചിട്ടുള്ളൂ. അതുപോലും വാങ്ങിച്ചു തരാൻ കഴിയില്ല അച്ഛാ. ഞാൻ എന്തിനാ ജീവനോട് ഇരിക്കണം? അതിന് അച്ഛന്റെ ഹാർമോണിയം വിൽക്കണമായിരുന്നോ? ഞാൻ എന്തോ പൊട്ടത്തരം വിളിച്ചു പറയണ കേട്ടിട്ട് ആ ഹാർമോണിയം വെറുതെ ചുണ്ടി പിടിപ്പിക്കാൻ എന്തെങ്കിലും പറയുന്നല്ലാതെ എനിക്കറിയാം, നന്നായിട്ട് അറിയാം അച്ഛൻ അതിനോടുള്ള ബന്ധം. അതിലെന്താ അത്ര ബന്ധം? ഈ ഭൂമിയിൽ സ്വന്തം ഒന്നും ബന്ധമൊന്നും പറയാൻ ആകെയുള്ളത് എന്റെ മോള് മാത്രം. അതിലും വലുതാ ആ പഴയ ഹാർമോണിയം. അതും വായിച്ച് കളഞ്ഞ കാലം 4 ചൂട് തെങ്ങിന് തടം കോരായിരുന്നു. നമുക്ക് രണ്ടാൾക്കും ഒരുപാട് ദുഃഖ ദൈവം തന്നത്. അതിനിടയിൽ ഒരു ഇത്തിരി സന്തോഷം പങ്കുവെക്കാൻ ഇങ്ങനെ എന്തെങ്കിലും വേണ്ടേ? ഉള്ളിൽ കരഞ്ഞും കൊണ്ട് എന്നെ സമാധാനിപ്പിക്കാൻ കളി പറയണ്ട. എന്താ എന്റെ ശിവനെ ഞാനിനി വേണ്ടേ? എന്താ അപ്പത് കാണിക്കണേ? പാലക്കാട് കൊണ്ടുപോയി പല്ലെടുപ്പിക്കാൻ കരുതി വെച്ചതായിരുന്നു. ഇത് കൊണ്ടുപോയി കൊടുത്തിട്ട് ആ ഹാർമോണിയം തിരിച്ചു വാങ്ങിക്കൂ. വേണം. അച്ഛന്റെ ജീവൻ വിറ്റിട്ട് എനിക്ക് പൊന്നണിഞ്ഞ് നടക്കണ്ട. അത് തിരിച്ചു വാങ്ങണം. പോവാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പറയുക. ഉണ്ണിമായ പോവും ഇപ്പൊ ഈ രാത്രിയില്. വസു, തോറ്റ് തുന്നമാടി വന്നിരിക്കുന്നു നിന്റെ മോൻ. അവനെന്തെങ്കിലും തിന്നാൻ കൊടുക്ക്. എന്തെങ്കിലും പോരാ, സ്വപ്പ കനമായിട്ട് എണ്ണ വേണം. എന്നാ അമ്മിക്കലത്ത് ഒഴുകിക്കോ. അതും മതിയാവൂന്ന് തോന്നുന്നില്ല. പൊരിഞ്ഞ പോരാട്ടമല്ലായിരുന്നു. എന്നിട്ടാണോ തോറ്റത്? അവസാന ശ്വാസം വരെ പോരാടി തോക്കുന്ന ജയിച്ചേന് തുല്യമാണ് അമ്മേ. അരശിമുട്ട് കുടുംബ തൈപ്പറമ്പുകാരോടാണ് തോറ്റത്. ഞാൻ വിക്ടറിക്കാരോട് മത്സരിച്ച ധീരമായിട്ട് തോറ്റത്, അല്ലാതെ തൈപ്പറമ്പുകാരോടല്ല. വിക്ടറിയുടെ ക്യാപ്റ്റൻ അശോകൻ എവിടത്തെയാണെന്നോ എന്റെ വിചാരം. എന്റെ ഭഗവാനെ,
എന്റെ അനിയത്തി സുമതിയുടെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും? സുമതി കുഞ്ഞമ്മ ഗോഷ്ടി കാണിച്ചോണ്ടിരിക്കാണോ നോക്കാണ്ടിരിക്കാൻ? അമ്മ ധൈര്യമായിട്ട് നോക്കുന്നേ. നീ പോടാ അവിടുന്ന്. ചെസ് മത്സരത്തിൽ ഞാൻ അവനെ തറ പറ്റിക്കും. തലപ്പന്തുകളിലും ചീട്ടുകളിലും തോറ്റപ്പോഴും നീ ഇത് തന്നെ പറഞ്ഞത്. അത് പിന്നെ ഞാൻ ഒരുത്തം മാത്രം വിചാരിച്ചാ മതിയോ? കൂടെയുള്ള കോന്തന്മാരും കൂടെ വിചാരിക്കണ്ടേ? ചെസ്സിനാവുമ്പോ എന്റെ മണ്ട മാത്രം മതിയല്ലോ. എടാ മരമണ്ട, അതിലും നീ തോറ്റേച്ച് വന്നാലുണ്ടല്ലോ നിനക്ക് ഞാൻ പച്ച വെള്ളം തരത്തില്ല. പച്ചവെള്ളം ഫ്രീ ആയിട്ട് ഹോട്ടലിൽ നിന്ന് കിട്ടും. അമ്മ വിശന്നിട്ട് കുടൽ തിത്തൈ പാടുന്നു. അമ്മ വല്ലതും തിന്നെ എടുത്തു വെക്കും. എടാ നാളെ പോയി കുളിച്ചേച്ച് വരാൻ. അമ്മയുടെ പിണ്ണതയില എവിടെ ഇരിക്കുന്നേ? അമ്മയുടെ ഈ തിന്നാനുള്ള വാശി ജയിക്കാനും കാണിച്ചാൽ മതിയായിരുന്നു. ചെന്ന് എടുത്തു കൊടുക്ക്. മോനായി പോയില്ലേ? എന്തോന്നാ മോനായി പോയില്ലേ? മോനാ? വാര്യരായിരിക്കും. വാര്യമാനല്ല. പിന്നെ ആരാ അവിടെ? ആ വന്നല്ലേ തെമ്മാടി. ഇങ്ങോട്ട് കയറി വരിക. തന്നെ ഒന്ന് കാണട്ടെ. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞില്ലേ? വയ്യ, അങ്ങോട്ട് വന്ന ആ കിടപ്പ് കാണാൻ എനിക്ക് വയ്യ. മനസ്സിൽ ദൈവങ്ങൾക്കൊപ്പം കൊണ്ടു നടക്കുന്ന ചിത്രമുണ്ട്. അത് അങ്ങനെ നിന്നോട്ടെ. കിടന്നു പോയി എന്ന് ഞാൻ വിശ്വസിക്കില്ലടോ. പെരിങ്ങോടാ, തനിക്ക് തരാൻ, തന്നോട് പറയാൻ എന്തേലും ഒന്നുമില്ലടോ നീലകണ്ഠ. നാവാമുകുന്ദന് കൊടുത്തതിന്റെ ബാക്കി ഇത്തിരി നിവേദ്യമുണ്ട്. അതിന്നാ സ്വീകരിക്കുക. വന്ദേ മുകുന്ദ ഹരേ ജയ ശൗരേ സന്താപഹാരി മുരാരേ ദ്വാപര ചന്ദ്രിക ചർച്ചിതമാം നിന്റെ ദ്വാരകാപുരിയെവിടെ പീലിത്തിളക്കവും കോലക്കുഴൽ പാട്ടും അമ്പാടിപ്പൈക്കളും എവിടെ ക്രൂരനിഷാദ ശരം കൊണ്ടു നീറുമി നെഞ്ചിലെന്നാത്മപ്രണാമം പ്രേമസ്വരൂപനാം സ്നേഹസതീർത്ഥ്യന്റെ കാൽക്കലൻ കണ്ണീർ